Dear students, welcome to SS Physics classes. Indian Institute of Science Education and Research, Iiser, ഏറ്റവും മികച്ച സയന്റിസ്റ്റുമാരെയും പ്രൊഫസർമാരെയും സബ്ജക്ട് എക്സ്പേർട്സുകളെയും വാർത്തെടുക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടാവുന്ന ചാനലാണ് SCB. ആ എക്സാമിന്റെ പേരാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആ എക്സാമിന് വേണ്ടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പ്രത്യേകത, ഓരോ സബ്ജക്റ്റിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് വീതമാണ് എക്സാമിന് വേണ്ടി ചോദിക്കുക. അതിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 15 ക്വസ്റ്റ്യൻസ് ഈച്ച്. വളരെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് എസ്പെഷ്യലി ഫിസിക്സിൽ നിന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ഒരു 50+% നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സാധ്യത ഐസർ എക്സാമുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഈ ഒരു എക്സാമിനുള്ള മറ്റൊരു പ്രത്യേകത മൈനസ് മാർക്കിംഗ് 1/3 ആണെന്നുള്ള കാര്യം ഓർക്കണം. ലുക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്മുടെ ക്വസ്റ്റ്യനിലെ 46th ക്വസ്റ്റ്യൻ മുതലാണ് ഫിസിക്സിന്റെ കോൺട്രിബ്യൂഷൻ വരിക. So we can discuss with the 46th question from units dimensional measurement. The dimensions of Planck's constant is equivalent to the dimension of which of the following quantities? So ആദ്യം നമുക്ക് Planck's constantലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. നമുക്കറിയാം energy of an electromagnetic wave. We can write it to be as E is equal to h into nu. So h എന്ന് പറയുന്നതാണ് നമുക്കറിയാം the Planck's constant. So we need to find the dimension of Planck's constant. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ട് ആയിട്ട് അറിയാം, അത് ml² t⁻⁻² ആണ്. The division by the frequency as 1/time period. So t⁻⁻1. So നമുക്ക് കിട്ടിയത് ml² t⁻⁻1. അപ്പൊ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ചോയ്സ് ഒക്കെ വളരെ ഈസിയാണ് അല്ലെ. നമുക്ക് അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് 1/1 ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കണേ. ഫോഴ്സ് നമുക്കറിയാം, സിമ്പിൾ ആണ്, ml t⁻⁻². എനർജി ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഒരു എല്ലൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ml² t⁻⁻². ലീനിയർ മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി, ml t⁻⁻1. ആംഗുലാർ മൊമെന്റം, അതാണ് ആൻസർ അല്ലെ. എന്നാലും നമുക്ക് ചെക്ക് ചെയ്യാം. സോ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം L is equal to R cross P എന്നാണ് നമ്മൾ പറയാ. അതിന്റെ മോഡുലസ് എടുക്കുകയാണെങ്കിൽ RP sin θ. sin θയ്ക്ക് ഡയമെൻഷൻ ഇല്ല എന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഇൻറ്റു മൊമെന്റം, ദാറ്റ് ഈസ് ml t⁻⁻1. So we get as ml² t⁻⁻1. So we get the fourth option as the answer. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും, ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള തരത്തിൽ. Look the question number 2, the 47th question. The figure below shows the displacement vs time plot of a particle undergoing simple harmonic motion. The acceleration of the particle at time t is equal to 4/3 second would be. അപ്പൊ ഇവിടെ y ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് മനോഹരമായിട്ട് അറിയാം, -ω² ഇൻറ്റു y. അപ്പൊ ആ സമയത്തെ ഡിസ്പ്ലേസ്മെന്റ് y കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വേവിന്റെ നേച്ചർ ഒന്ന് നോക്കിയേ, അത് 0-ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു സൈൻ വേവ് അല്ലേ, ഉറപ്പിക്കാം. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി അതല്ല, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നിരുന്നെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊസൈൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് a ഇൻറ്റു സൈൻ ω t. ഇതാണ് നമ്മുടെ ജനറൽ റിലേഷൻ ഫോർ y. ഇനി നമ്മൾ ശ്രദ്ധിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം, എന്താണ് ആംപ്ലിറ്റ്യൂഡ്. അതോടൊപ്പം ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് മനോഹരമായിട്ട് എഴുതാൻ പറ്റും ഇൻ ടേംസ് ഓഫ് ടൈം പീരീഡ് as what? 2π/t into t.
ഇനി ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു വാട്ട്? 1 ആണ്. സോ നമുക്കത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 into സൈൻ ഓഫ് എന്താണ് അവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു വേവ് ലെന്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അല്ലെ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് തുടങ്ങി ഇതുവരെയുള്ള, അപ്പോൾ അവിടുത്തെ സമയം എന്ന് പറയുന്നത് എക്സാക്ട്ലി 8 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, കംഫർട്ടായി. ഇൻറ്റു എപ്പോഴത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 4/3 അല്ലെ. സോ സ്മോൾ ടി നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4/3 ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഈസിയോടെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. യെസ്, 2 ക്യാൻസൽ. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് സൈൻ π/3. അതാണ് നമുക്ക് y ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുക. സോ എന്ന് പറയുമ്പോൾ സൈൻ 60 ആയി അല്ലെ. സോ സിമ്പിൾ ആയിട്ട് അത് √3/2 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വരാം. അപ്പൊ മൈനസ് സൈൻ ഉണ്ട്, അത് മറന്നേക്കരുത്. കാരണം ഡിസ്പ്ലേ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മീൻ പൊസിഷനിലേക്ക് ഡയറക്റ്റഡ് ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒമേഗയ്ക്ക് നമുക്ക് 2π ടൈം പീരീഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമ്മുടെ ഇക്വേഷൻ ഈ തരത്തിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ -4π² ഡിവിഷൻ ബൈ t² ഇൻറ്റു ദാറ്റ് y ഡിസ്പ്ലേസ്മെന്റ്. ഇനി കൃത്യമായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചേ. -4π² ഡിവിഷൻ ബൈ ടൈം പീരീഡ് ഓൾറെഡി നമുക്കറിയാം 8² ഇൻറ്റു y as √3/2 എന്നുള്ള രൂപത്തിലേക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ 2 ക്യാൻസൽ, ഒരു 2 ഉണ്ടെന്നുള്ള കാര്യം മറക്കരുതേ. π² √3 ഡിവിഷൻ ബൈ 8² 64. അപ്പോ 2, this one as a 64, so it becomes a 32. So you get the answer as is equal to -√3π² division by 32, that much is centimeter per second square, and you get the answer as the second option. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തിയറി കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ ആൻസറിലേക്ക് വരാൻ വളരെ ഈസി ആയിരിക്കും. ബട്ട് പ്രാക്ടീസ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പൊ നമ്മുടെ ഓരോ ടോപ്പിക്കിലെയും പ്രധാനപ്പെട്ട റിലേഷൻസും അത് വരുന്ന രീതിയും കൃത്യതയോടെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ് ഇത്തരം ക്വസ്റ്റ്യനുകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. നോക്കൂ, നമ്പർ 48, the third question. Two infinitely long rods are arranged on a plane making an angle theta with each other as shown in the figure. The rod B starts move with the uniform velocity v in a direction perpendicular to rod A. Thus, the point of intersection P moves with a horizontal velocity. So, while moving like this one, that P point joining moving in the rightward direction with the velocity Vp. Which of the following statement is true? So, Vp, the velocity with which that point P moves, increases with theta or decreases with theta, is independent of a theta. നോക്കണേ, ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റില് നമുക്ക് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. സി, ഈ ബി എന്ന് പറയുന്ന റോഡ് താഴോട്ട് ബി വെലോസിറ്റിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉറപ്പായിട്ട് ഒരു ആംഗിൾ സെപ്റ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. യെസ്, അത് വെലോസിറ്റിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കി, ഈ വെലോസിറ്റിയെ നമുക്ക് വെലോസിറ്റി വി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വി പി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ടാൻ തീറ്റ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യാൻ ഒരു മാർഗമുണ്ട് അല്ലെ. ഈ സൈഡ് നമുക്ക് വേണ്ടേ, സപ്പോസ് നമുക്ക് ഇത് വെർട്ടിക്കൽ സൈഡ് ആയതുകൊണ്ട് നമുക്ക് y ആയിട്ട് എടുക്കാം, ആൻഡ് ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സൈഡ് ആയതുകൊണ്ട് x ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് എക്സ് ടാൻ തീറ്റ എന്ന് പറയുന്നത് y ആയിട്ട്. ഇനി ഇവന്റെ മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്ത ഇൻസ്റ്റന്റ് വരുമ്പോഴ് സി, ഈ പൊസിഷനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചേ. കണ്ടോ, ഇത്രയും പൊസിഷൻ നമ്മളുടെ റോഡ് മൂവ് ചെയ്യുമ്പോൾ പി പോയിന്റ് ഇത്രയും ട്രാവൽ ചെയ്യാണ് അല്ലെ. അതിനെ നമുക്ക് തൽക്കാലത്തേക്ക് ഇത് ഡി എക്സ് എന്നും ഇത് ഡി വൈ എന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. സോ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം ഡി എക്സ് ഇൻറ്റു ടാൻ തീറ്റ ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള കോൺസെപ്റ്റിൽ എടുത്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് ഡി വൈ.
ഇവനെ ഒന്ന് ടൈം കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. It becomes is equal to dy by dt. So എന്താണ് dx by dt? അതാണ് നമ്മുടെ vp എന്ന് പറയുന്നത് അല്ലേ? Velocity of the point p. That's equal to dy by dt എന്ന് പറയുന്നത് v ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ tan theta എന്ന് പറയുന്നത് v ഡിവിഷൻ ബൈ vp ആണ്. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ഇവിടെ v കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ tan theta എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1 by velocity of the point p. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ പി തീറ്റയുമായിട്ട് ഇൻവേഴ്സ്ലി ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഇൻക്രീസിങ് തീറ്റയാണ് എടുക്കുന്നതെങ്കിൽ വി പി ഡിക്രീസസ് ചെയ്യുന്നു എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. സോ ജോമെട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ടാൻ തീറ്റ എടുത്തു, അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ദെൻ വെലോസിറ്റി ഓഫ് പിയും വിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടി. സോ ഇതൊരു കൺസ്ട്രൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അത് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ഉള്ള ചോയ്സസ് കറക്റ്റ് അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. The figure shows a block of mass capital M attached to an uncompressed spring of spring constant K resting on a frictionless surface. A bullet of mass M traveling with a constant horizontal velocity hits the block and head gets embedded inside. What is the maximum compression of the spring? That is a question. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ആ ക്വസ്റ്റ്യൻ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പം നമ്മുടെ ബുള്ളറ്റ് വരുന്നു, ഇതേ ബുള്ളറ്റ് ഇതിനുള്ളിലേക്ക് ജോയിൻ ചെയ്യപ്പെടുകയാണ്. സോ ദാറ്റ് ബ്ലോക്ക് വിത്ത് ദ ബുള്ളറ്റ് സിസ്റ്റം, അപ്പൊ അതിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം ആയിട്ട് മാറുന്നു. അപ്പൊ അവനൊരു വെലോസിറ്റി കിട്ടുകയാണ് അല്ലെ, ബിക്കോസ് ഓഫ് ദിസ് ബുള്ളറ്റ്. സോ അത് നമുക്ക് വി ഡാഷ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അപ്പൊ അവനൊരു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആ ബ്ലോക്ക് പ്ലസ് ബുള്ളറ്റ് സിസ്റ്റത്തിന് കിട്ടി. ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവൻ ആ എനർജി തീരുന്നോളം ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു വാട്ട്, സ്പ്രിങ്ങിന് കൊടുക്കുകയാണ്. അപ്പൊ അവനത് സ്പ്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഹാഫ് എം പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ. ദിസ് മച്ച് കൈനറ്റിക് എനർജി ആണ് നമ്മുടെ ബ്ലോക്ക് വിത്ത് നമ്മുടെ ബുള്ളറ്റ് സിസ്റ്റത്തിന് കിട്ടിയത്. സോ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എൻറ്റയർലി ഇൻറ്റു what the potential energy of the system, that is equal to half k into x square. So it is a very important concept there. അപ്പൊ നമുക്ക് അവിടെ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് വി ഡാഷ്. നമ്മുടെ ബ്ലോക്ക് വിത്ത് ബുള്ളറ്റ് സിസ്റ്റത്തിന് കിട്ടിയ വെലോസിറ്റി എന്താണ്, അതിനുവേണ്ടി നമ്മുടെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ബിഫോർ കോൺസെപ്റ്റിൽ എടുക്കുമ്പോൾ ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ആണ്. അതേ സ്ഥാനത്ത് നമ്മുടെ ബ്ലോക്ക് എം എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. സോ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു, ആ ബുള്ളറ്റും ഇതും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ എങ്ങനെ എഴുതാം? സ്മോൾ എം ഇൻറ്റു വി പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു സീറോ എന്ന് പറയുന്നത് സ്മോൾ എം ഇൻ പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു ദാറ്റ് വി ഡാഷ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റത്തിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് small m division by capital M plus small m, that much into v ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ യു ഗെറ്റ് ദ ആൻസർ. സോ യു ഗെറ്റ് ദ എം വി ബൈ എം പ്ലസ് എം ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറിലേക്ക് നമുക്ക് ഈസിയോടെ നമുക്ക് വരാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് ഹാഫ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ എം പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ. സോ എം സ്ക്വയർ വി സ്ക്വയർ ദ ഡിവിഷൻ ബൈ എം പ്ലസ് എം ദ ഹോൾ സ്ക്വയർ. സോ എം പ്ലസ് എം പ്ലസ് എം ക്യാൻസൽ, ഇറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ. നമുക്ക് വേണ്ടത് കംപ്രഷൻ ആണ്. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു m square v square division by k into m plus m. So നമുക്ക് റൂട്ട് എടുത്താൽ x you get the value as mv, that is division by
simply you get the answer, that is mv division by root k into, that is capital M plus a small m. So that is the answer. This is the maximum compression gained by the spring of a spring constant k. So there is no choice like that inside the question. So we can call this is the answer for it. So we can move with the question number 50. Modern physics-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരു question ആണ്. An electron in a hydrogen atom falls from an orbit with principal quantum number n is equal to 2 to n is equal to 1. What is the wavelength lambda of the emitted radiation? Atomic spectra base ചെയ്തിട്ട് നമുക്ക് questions വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെക്ട്രകൾ, എസ്പെഷ്യലി വാൽമർ സീരീസ്, പാസ്കൽ സീരീസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസസ് എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വേവ് നമ്പറിന്റെ ഇക്വേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. 1 ലാംഡ is equal to the Rydberg constant into, so that is 1 that nf square minus n initial square. So that is the very important concept. അപ്പൊ ഇവിടെ nf that is given as is equal to 1 and n initial it is given as is equal to 2. So we can simply substitute as r into 1 by, that is 1 square minus 1 by that 2 square. So നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും r into 1 minus 1 by 2 square. It becomes a 4. That means it's equal to r into 4 minus 1, that division by 4. So that is equal to r into, that is equal to 3 by 4. So that is 1 by lambda. So നമുക്ക് വേണ്ടത് നമ്മുടെ wavelength ആണ് അല്ലേ? Wavelength emitted by the radiation. So we can say that is 4 division by that 3 into r. So that is the concept there. So based on that, 4 by 3r, you get the first choice as the answer. Atomic structure, അതിനുള്ളിലെ ഈ ഒരു ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാർക്കരുത്. നമ്മുടെ ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 51. The figure below shows a cylindrical tank with water up to a height h. A hole is punctured on the side of the tank at a distance x below the water level. Water exits the hole and hits a point P at a distance r from the base of the tank. Which of the following is true? നമ്മുടെ ചോയ്സസ് നോക്കുമ്പോൾ നമുക്ക് ഈ ആറിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ആർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഹൊറിസോണ്ടൽ കോൺസെപ്റ്റിലെ റേഞ്ച് ആണ് അല്ലെ. സോ ദ റേഞ്ച് മാക്സിമം ആകുന്ന എക്സ് എന്തെന്നാണ് ചോദ്യമായിട്ട് നമുക്ക് വരിക. അപ്പൊ അവിടെ ആ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരണമെങ്കിൽ 2 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒന്നാമത്തെ പോയിന്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ്. ഇവിടെ നിന്ന് ഈ സ്മോൾ ഒറിഫിസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെലോസിറ്റിയുടെ വാല്യൂ ടോറിസിലി തിയറം. സോ ദാറ്റ് വെലോസിറ്റി ചെറിയ ഒറിഫിസ് ആയതുകൊണ്ട് √2g ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടുത്തെ ഹൈറ്റ് എക്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്. രണ്ടാമത് നമുക്ക് വേണ്ടതാണ് ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ദ റേഞ്ച്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം ഒരു ക്യാപിറ്റൽ എച്ച് ആണ് കേസ് എന്ന് വിചാരിക്കുക. നമ്മളൊരു യു ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ നമ്മൾ പ്രൊജക്ടർ ആണെങ്കിൽ അവന് കിട്ടുന്ന റേഞ്ച് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് കോൾഡ് യു. ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ എ ടൈം ഓഫ് ഫ്ലൈറ്റ് ആസ് എ ടി. അപ്പൊ അവിടെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് √2 ഇൻറ്റു h ഡിവിഷൻ ബൈ g. ഈ 2 ആസ്പെക്ട്സും അറിയാമെങ്കിൽ മാത്രമേ റേഞ്ചിലേക്ക് നമുക്ക് വരാൻ പറ്റൂ. അപ്പൊ നമുക്ക് r എന്ന് പറയുന്നത് അവിടുത്തെ വെലോസിറ്റി ഇൻറ്റു അവിടുത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിട്ട് നമുക്ക് പറയാം. എന്താണ് അവിടുത്തെ വെലോസിറ്റി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക? അത് നമ്മുടെ ടോറിസലി റിലേഷൻ ആണ്, √2g ഇൻറ്റു x ആയി. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ നമ്മുടെ ഇത് പ്രൊജക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇത് എത്ര ഹൈറ്റിലാണ് അത് നമ്മൾ ശ്രദ്ധിക്കുക. ടോട്ടൽ ആയിട്ടുള്ള ഹൈറ്റ് h ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഫ്രം ദ സർഫസ് എത്ര ഹൈറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം? h - x. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം?
2 into h minus x division by g ആയിട്ട് നമുക്ക് കരുതാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമുക്ക് അവിടെ നിന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ജി ക്യാൻസൽ ആക്കി കളയാം. സോ 2 into 2 it becomes 4. സോ നമുക്ക് 2 പുറത്തെടുക്കാം. then x into h minus x നമുക്ക് എങ്ങനെ എഴുതാം? xh minus x സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല. നമ്മുടെ R മാക്സിമം ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ് എന്ന് പറഞ്ഞാൽ വി നീഡ് ടു മാക്സിമം കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. dr the variation of r with x എന്ന് പറയുന്നത് മാക്സിമം എന്ന് പറഞ്ഞാൽ we need to say it must be equal to 0. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പൊ അതിലേക്ക് എങ്ങനെ നമുക്ക് വരാൻ പറ്റും? സോ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നോക്കി നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഏതിനെ? d by dt of 2 into d by dx of 2 into xh minus x square the whole raised to half. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ റൈസ് ടു ഒരു പവർ ആണ് അല്ലെ. അപ്പൊ 2 into എസ് ഒരു എക്സ് റൈസ് ടു n ഫോം അല്ലെ. അപ്പൊ n into x raised to, അപ്പോൾ xh minus x square raised to n minus 1. So half minus 1 into the differential of that inside bracket. So h minus 2x. ഈ വാല്യൂ ആണ് നമുക്ക് 0 ആയി മാറേണ്ടത്. അപ്പൊ നമുക്ക് രണ്ട് കേസസിലേക്ക് നമുക്ക് എടുക്കാം. ഇതൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ നമ്പർ 1, ഇത് രണ്ടാണ്. അപ്പൊ നമുക്ക് കംഫർട്ട് ആയിട്ട് h മൈനസ് 2x എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 2x ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് h/2 ആയിട്ട് വന്നു. ദാറ്റ് മീൻസ് ബി ആണ് നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൻസർ. ദാറ്റ് ഈസ് r ഈസ് മാക്സിമം വെൻ x is equal to h/2. So that is a very important concept. So we get B as the case. അപ്പോൾ ഇതിൽ നമ്മൾ ടോറസെല്ലി തിയറം അപ്ലൈ ചെയ്തു, ഹൊറിസോണ്ടൽ പ്രൊജക്ഷന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, മാക്സിമം കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. So that is a very good question. So we can move with the question number 52. A tank with uniform cross-sectional area A is filled with a liquid of density rho up to a height h. നമുക്കൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ ഒരു എ ഏരിയ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിലേക്ക് h ഹൈറ്റിലേക്ക് നമ്മുടെ ലിക്വിഡിനെ നിറയ്ക്കുക. അതിന്റെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, റോ എന്നുള്ള കാണിച്ചു. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം? അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ എല്ലാ ലിക്വിഡ് ഒരേ ഹൈറ്റിലല്ല, ഓരോരോ ഹൈറ്റിലായിട്ടാണ് അല്ലെ. അവിടെയാണ് നമ്മുടെ സെന്റർ ഓഫ് മാസ് കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ മെത്തേഡ്. നമുക്ക് ഈസിയോടെ നമുക്ക് എല്ലാ ലിക്വിഡും അവന്റെ സെന്ററിലാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അവന്റെ മാസ് m ആണ്, അപ്പൊ അവന്റെ ഹൈറ്റ് y ആണ് എങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mg into y ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ m എന്ന് പറയുമ്പോൾ എന്താണ്? ദ ടോട്ടൽ മാസ് ഓഫ് ദാറ്റ് വോളിയം അല്ലെ, അവന്റെ മാസ് ഓഫ് ദാറ്റ് ലിക്വിഡ് ആണ് അല്ലെ. അപ്പൊ നമുക്കത് ഡെൻസിറ്റിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ് അല്ലെ. യെസ്, അതൊരു സിലിണ്ടർ അല്ലേ, അവന്റെ ഏരിയ ക്രോസ് സെക്ഷൻ എ ആയിട്ടല്ലേ തന്നിരിക്കുക, ഹൈറ്റ് നമുക്ക് h ആയിട്ടല്ലേ തന്നിരിക്കുക. അപ്പൊ അവിടെയുള്ള ടോട്ടൽ മാസ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് റോ എ എച്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് വാട്ട് ഈസ് വൈ? വൈ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസ് കൺസെപ്റ്റ് ആയതുകൊണ്ട് ടോട്ടൽ ആയിട്ടുള്ള ദാറ്റ് ഹൈറ്റ് ഡിവിഷൻ ബൈ 2 ആയിട്ട് നമുക്ക് എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു half into rho a g h square. So rho a g h square by 2, you get the answer as the first option as the answer. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. We get the answer as the first choice as A. So dear students, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുവാനും. ഈ ചാനലിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകളുമായി ബന്ധപ്പെട്ട നീറ്റ്, കീം, കുസാറ്റ്, ജെഇ, അതോടൊപ്പം KVPY, ഐസർ മാതിരിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ട പോയിന്റുകളും അടങ്ങുന്ന ഒരു ചാനലാണ്. അതോടൊപ്പം തന്നെ ബോർഡ് പ്രിപ്പറേഷനിൽ CBSE, സ്റ്റേറ്റ് ഒക്കെ ഗുണകരമാകുന്ന ചാനലാണ്. സോ പ്ലീസ് ട്രൈ ടു ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ.
Number 53, a good question from electrostatics. A sphere of radius r carries a positive charge density rho that increases linearly with the radial distance r from the center r. So it is given that rho is proportional to r. We can say that rho is equal to a constant to r. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ഫിയറിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ഡെൻസിറ്റി മാതിരിയല്ല ആ ഫൈനൽ കോൺസെപ്റ്റ് വരുമ്പോൾ അവന്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. റേഡിയസുമായിട്ട് റോ ആറുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ പറയുന്നത് ദ റേഡിയൽ ഡിപ്പെൻഡൻസ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ ഈസ് ഗിവൺ ബൈ. അപ്പൊ നമുക്ക് ആറെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് അതിനടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എളുപ്പം. നമുക്കൊരു ഗേഷ്യൻ സർഫസ് അങ്ങോട്ട് വരയ്ക്കാം, ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗോസസ് തിയറം നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈസിയാണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ വി ഹാവ് ടു യൂസ് ഇറ്റ്? സി സിംപ്ലി വി ക്യാൻ സേ, നമുക്കിവിടെ റോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. നമുക്ക് അവിടെയുള്ള ടോട്ടൽ ചാർജ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ, ആ റേഡിയസ് ഉള്ള സ്ഫിയറിനാണ്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് നമുക്ക്. അപ്പൊ ഈ റേഡിയസ് ഓഫ് സ്ഫിയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലെ. അപ്പൊ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് 4/3 പൈ r ക്യൂബ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ക്യൂ ഇസ് ഈക്വൽ ടു, അപ്പൊ റോ എന്ന് പറയുന്നത് നമുക്ക് k ഇൻറ്റു r ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. 4/3 പൈ r ക്യൂബ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 4/3 പൈ r റൈസ് ടു 4 ഇൻറ്റു k ആണ് അവിടുത്തെ ചാർജ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുക. സോ ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ E ഇൻറ്റു ഏരിയ അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0, അവിടുത്തെ ചാർജ് ബൈ എപ്സിലോൺ 0. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു വാട്ട് ഈസ് ദ എ, ഒരു സ്പെറിക്കൽ കോൺസെപ്റ്റ് ആണ് അല്ലെ. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, അത് 4πr² ആണ്. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. Q ബൈ എപ്സിലോൺ 0 4/3 പൈ r റൈസ് ടു 4 k ഡിവിഷൻ ബൈ എപ്സിലോൺ 0. അപ്പൊ ഇവിടെ നമുക്ക് 4π നമുക്ക് ക്യാൻസൽ ആക്കി കൊടുക്കാം, ഒരു r² ക്യാൻസൽ ആക്കാം. അപ്പൊ E എന്ന് പറയുന്നത് r² k ഡിവിഷൻ ബൈ 3 എപ്സിലോൺ 0. സോ ഈ പ്രൊപ്പോർഷണൽ ടു നമുക്ക് r² എന്നുള്ള ആസ്പെക്ട്സിലേക്ക് നമുക്ക് വരാൻ പറ്റും. സോ ഗോസസ് തിയറം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സിമെട്രിക്കൽ കോൺഫിഗറേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണെന്ന് അർത്ഥം. നമ്പർ 54, എ മാഗ്നറ്റ് falling vertically under gravity passes through a metal ring on its way. Which of the following is true about the acceleration A of the magnet, where G denotes the acceleration due to gravity? അപ്പൊ ഇവിടെ പറയുന്നത് ഒരു മെറ്റൽ റിങ്ങിനെ കുറിച്ചാണ് അല്ലെ. സ്വാഭാവികപരമായിട്ട് നമുക്കറിയാം ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് അവിടെ നടക്കും അല്ലെ, EMF, കാരണം മെറ്റൽ ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഇപ്പൊ നോർത്ത് പോൾ ഈസ് അപ്രോച്ചിങ്, ലെൻസസ് നിയമപ്രകാരം ദാറ്റ് റിംഗ് മസ്റ്റ് ഒപ്പോസ് ദ കോസ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്ഷൻ. സോ ഇവിടെ ഒരു നോർത്ത് പോളാരിറ്റി വരുന്നു, അവനെ റിപ്പൽ ചെയ്യുന്നു. സോ ആക്സിലറേഷൻ ഡിക്രീസസ് ആണ്. ഇനി ഇവൻ അത് പുറത്തേക്ക് ഇവിടന്നേക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഉറപ്പായിട്ടും അവിടെ സെറ്റപ്പ് ചെയ്യുന്ന കാര്യം നോർത്ത് പോളിനെ പുറത്തേക്ക് വരാതാക്കാനുള്ള ശ്രമം അവൻ നടത്തണം. അങ്ങനെ വരുമ്പോൾ അവനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ ആക്സിലറേഷൻ കുറയുന്നു. അവൻ ഇങ്ങോട്ട് വരുമ്പോഴും പുറത്തേക്ക് പോകും തോറും. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ G ആണ്. വൈൽ എൻറ്ററിങ്, ക്രോസിംഗ് ദ റിവർ, ഓർ ക്രോസിംഗ് ഇറ്റ് ആൻഡ് ബിഫോർ ക്രോസിംഗ്. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. രണ്ട് കേസസിലും ആക്സിലറേഷൻ ഈസ് ലെസ് ദാൻ G while crossing the ring and also before crossing the ring. അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഡയലോഗ് അവിടെ ആൻസർ ആയിട്ടില്ല, but the correct choice we can say like this one. So we can move with the question number 55. A good question again from electrostatics. A point charge capital Q is placed at the center of a cube of side A in vacuum with the permittivity as epsilon 0.
the flux of the electric field through the shaded phase is given by. അപ്പോൾ നമുക്ക് ഈ സെൻട്രൽ ചാർജ് ഇരിക്കുന്നു, സിമെട്രിക് കോൺഫിഗറേഷൻ ആണ്, ടോട്ടൽ ഫ്ലക്സ് ഫ്രം ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് ദ ടോട്ടൽ ചാർജ് ഡിവിഷൻ ബൈ എപ്സിലോൺ 0 ആണ്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത് ഒരു ഫേസിൽ നിന്നാണ്. നമുക്ക് അങ്ങനെയുള്ള എത്ര ഫേസ് ഉണ്ടെന്ന് നമുക്കറിയാം, 6 ഫേസസ് ഉണ്ടെന്ന് അറിയാം അല്ലെ. സോ ഫ്ലക്സ് ഫ്രം എ ഫേസ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് ഡിവിഷൻ ബൈ 6 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തൂടെ. സോ Q ഡിവിഷൻ ബൈ 6 എപ്സിലോൺ 0. സോ വി ക്യാൻ ടേക്ക് that C choice as the answer. ഇതിന്റെ തന്നെ ഡിഫറെന്റ് കേസസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതിനു പകരം ഒരു കോർണറിലേക്കാണ് വെക്കുന്നതെങ്കിൽ ഓർക്കണേ, ആ കോർണർ സെന്റർ ആയിട്ട് വരുന്ന ഒരു ബിഗ് ക്യൂബ് നമ്മൾ സെൻസ് ചെയ്തിട്ട് ഇതേപോലത്തെ 8 ക്യൂബുകൾ ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യൂബിൽ നിന്ന് വരുന്നത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സോ അതെല്ലാം ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, two isolated conducting spheres of radii 10 cm and 20 cm have QA and QB. So now the charge is QA and QB. What is the final charge on the first sphere if the sphere are brought in contact and separated subsequently? നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇവനെ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിച്ചാല്, ഒരുമിച്ച് അടുത്ത് കൊണ്ടുവരികയാണ്, നമുക്ക് അതിന് വേറെ ഒരു മെറ്റൽ വയർ കൊണ്ട് നമുക്ക് കണക്ട് ചെയ്താൽ ഉറപ്പായിട്ടും ചാർജ് ഫ്ലോ ചെയ്യും അല്ലെ. യെസ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും റേഡിയസ് പറഞ്ഞതിന് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് K ഇൻറ്റു ദാറ്റ് ചാർജ് ഡിവിഷൻ ബൈ സെപ്പറേഷൻ എന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ റേഡിയസ് ഒരല്പം കുറഞ്ഞതിന് പൊട്ടൻഷ്യൽ കൂടുതലാണെന്ന് നമ്മൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ Q എമൗണ്ട് എന്ത് മാത്രമുണ്ട് നമുക്ക് അറിയത്തില്ല, ബട്ട് വി ക്യാൻ അസ്യൂം ലൈക്ക് ദാറ്റ്. അപ്പൊ ചാർജസ് ഇവിടെ നിന്ന് നമ്മുടെ ബിഗർ വണ്ണിലേക്ക് മൂവ് ചെയ്തു എന്ന് നമുക്ക് വിചാരിച്ചാൽ, സേ Q amount is transferred from A to QB, so QB become Q. So this is the final charge on respective bodies A and B. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം ട്രാൻസ്ഫേർഡ് ആവും, ഏത് സിറ്റുവേഷൻ വരെ? പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഫോർ ദ എ സ്പിയറും ബി സ്പിയറും ഈക്വൽ ആകുന്നത് വരെ അത്രയും കേസസിലെ അത് ട്രാൻസ്ഫേർഡ് ആകുമെന്നുള്ള കേസ് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് എ എങ്ങനെ എഴുതാം? K ഇൻറ്റു അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് QA മൈനസ് Q ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് റേഡിയസ് ഈസ് വാട്ട് 10 സെന്റിമീറ്റർ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 10 ഈസ് ഈക്വൽ ടു ഇവിടെ ബിയിലുള്ള പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നത് വരെ K ഇൻറ്റു അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് QB പ്ലസ് Q ദാറ്റ് ഡിവിഷൻ ബൈ നമുക്ക് 20 ആണ് അതിന്റെ റേഡിയസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുക. അത് നമുക്ക് യൂണിറ്റുകൾ മാറ്റേണ്ട കാര്യമില്ല, ആ തരത്തിൽ തന്നെ എഴുതാം. കെയും ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവനെ തമ്മിൽ ഒന്ന് ക്രോസ് ചെയ്താൽ 2 ഇൻറ്റു QA മൈനസ് ദാറ്റ് Q ഈസ് ഈക്വൽ ടു QB പ്ലസ് Q ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഒന്ന് നമുക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 2QA മൈനസ് 2Q that is equal to QB plus Q. So that is equal to minus 2Q plus Q, that is equal to 3Q, that is equal to, we can easily say 2QA minus QB. അത് ബേസ് ചെയ്ത് നമുക്ക് ക്യൂവിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. That is equal to 1/3 times of 2QA minus QB. ഇതാണ് നമുക്ക് ക്യൂവിന്റെ വാല്യൂ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈനലി എയിലുള്ള ചാർജ് എന്താണ്? എന്തായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് QA മൈനസ് Q എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുക. അപ്പൊ QA മൈനസ് Q എത്രയാണ്? നമുക്ക് 1/3 ഉണ്ട്. അപ്പൊ അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ വാല്യൂ. അപ്പൊ നമുക്ക് 1/3 ഉള്ളിലോട്ട് എടുത്താൽ 2/3 QA മൈനസ് ഉണ്ട്, മൈനസ് പ്ലസ് QB ഡിവിഷൻ ബൈ 3. So that is equal to 3 minus 2 as 1/3. So QA by 3 plus QB by 3. So that is equal to 1/3 times of QA plus QB, and you get the answer as the first choice. So dear students, ഇവിടെ നമ്മൾ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചാർജ് വിൽ ഫ്ലോ till the potential on them become equal. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഇനി ഒരേ സൈസുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് നോ ഡൗട്ട് അറ്റ് ആൾ ഈക്വൽ ആയിട്ടുള്ള ചാർജസിലേക്ക് വരും. ആവറേജ് വാല്യൂ എടുത്താൽ മതിയാവും. അത് നമുക്ക് ഇച്ചിരി കൂടി ഈസി ആയിട്ട് മാറും. അത് ഓർമ്മയിലിരിക്കട്ടെ. സോ ദാറ്റ് ഈസ് ദ 56th question. Number 57. Heat Q is supplied to a solid to rise its temperature across T across its melting point and boiling point. Which of the following graphs correctly represent the relation between the heat supplied and temperature? സാധാരണ നമുക്ക് അറിയാനുള്ള കർവ് ഇങ്ങനെയാണ് അല്ലേ? ബട്ട് ഇറ്റ് ഈസ് y ആക്സിസിൽ നമുക്ക് ടെമ്പറേച്ചറും x ആക്സിസിൽ ഹീറ്റ് ആഡഡും ആയിട്ടുള്ള തരത്തിലാണ്. അവിടെ നമുക്കറിയാം ഇപ്പൊ ഒരു -θ°C ഇരിക്കുന്ന ഐസിലേക്കാണ് നമ്മൾ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുന്നതെങ്കിൽ അവൻ 0°C ഐസ് ആദ്യമായിട്ട് മാറുന്നു. പിന്നെ അവൻ ആ 0°C വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെൽറ്റിംഗ് കോൺസെപ്റ്റിലേക്ക് എത്തുന്നു അല്ലെ? അപ്പൊ ഇവിടെ നടക്കുന്നതാണ് ഫേസ് ട്രാൻസിഷൻ. എന്നിട്ട് 0°C കൊടുക്കുന്ന വാട്ടർ അവൻ എമൗണ്ട് ഓഫ് എനർജി സ്വീകരിച്ചുകൊണ്ട് 100°C വാട്ടർ ആയിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് 100°C സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. സോ ഫേസ് ട്രാൻസിഷൻ ആണ്. ദാറ്റ് ഈസ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. വീണ്ടും കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എയറിന്റെ വേപ്പറിന്റെ ടെമ്പറേച്ചർ കൂടുന്നു. അപ്പൊ ഇതിനെ നമ്മൾ ജസ്റ്റ് y ആക്സിസിലേക്ക് ഹീറ്റ് മാറ്റുക, ടെമ്പറേച്ചറിനെ x ആക്സിസിലേക്ക് മാറ്റുക. വാട്ട് ഈസ് ദ കേസ് there? Come on. Yes, exactly our third choice as the answer. വളരെ ഗുഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്ന രണ്ട് കേസസ് ആണ്. അപ്പൊ Q കൂടുന്നതിനനുസരിച്ചാണ് ഇവിടെ ബോയിലിംഗ് പോയിന്റ് വരുന്നത് എന്നുള്ളത് കാര്യം ഓർക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചാണ് ഓർമ്മയിരിക്കട്ടെ. സോ സി ചോയ്സ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. നമ്പർ 58. A good question. For the circuit given below, what is the effective resistance between A and B? അപ്പൊ ഇത്തരം സർക്യൂട്ട് വരുമ്പോൾ ഇത് വീസ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് നമ്മൾ സെൻസ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം ആദ്യം. അപ്പോൾ അതിൽ ഗാൽവനോമീറ്റർ ആം എന്നുള്ള തരത്തിലാണ് നമ്മുടെ 3R റെസിസ്റ്റൻസ് വരിക. അപ്പോൾ ഈ R3 ആയിട്ട് നമ്മുടെ 2R നമ്മുടെ ഈ RX ആയിട്ട് 2R R1 ആയിട്ട് R R2 ആയിട്ട് R ആണ്. നമ്മൾ സാധാരണ തിയറിയിൽ ഇത് P, ഇത് Q, ഇത് R, ഇത് S ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ ആയിട്ട് പറയാ? അപ്പൊ ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണെങ്കിൽ കീപ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആസ് P/Q is equal to R/S. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ P/Q നമ്മൾ കണ്ടുപിടിക്കാൻ ഇവിടെ ശ്രമിച്ചാൽ പിയുടെ വാല്യൂ 2R ആണ്, ക്യൂവിന്റെ വാല്യൂ 2R ആണ്, 180. അപ്പൊ R/S കണ്ടുപിടിച്ചാൽ R/R തന്നെയാണ്, 1 തന്നെയാണ്. അപ്പോ ഉറപ്പിച്ചു ഇത് ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണ്. അപ്പൊ ബാലൻസ്ഡ് ബ്രിഡ്ജ് വരുമ്പോൾ ഗാൽവനോമീറ്ററിലേക്കുള്ള കറണ്ട് ഫ്ലോ ഇല്ല. ഈ രണ്ട് പോയിന്റുകളും ഒരേ പൊട്ടൻഷ്യൽ ആണെന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവനെ അങ്ങ് വിടുവിപ്പിച്ച് കളയാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം ഈ 2R is in series with that 2R. So that is the first concept. അത് കഴിഞ്ഞിട്ട് that R and R that is in series. So that is a very important one. R and R. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ 2R-ഉം 2R-ഉം നമുക്ക് സീരീസ് ആണ് അല്ലെ? സോ ഇറ്റ് ബിക്കംസ് വാട്ട് 4R ആയിട്ട് മാറി. ഈ R-ഉം R-ഉം എന്തായി? സീരീസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2R ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ പാരലൽ കോമ്പിനേഷൻ അല്ലേ R1 R2 ഡിവിഷൻ ബൈ R1 plus R2. So we get the value as 4/3R. C as the choice. അപ്പൊ ഇത് ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉള്ള ഒരു ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആയിട്ട് മാറും. സോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകളാണ്, മറന്നു പോകരുതേ. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ the ray diagrams for a concave mirror of a focal length FM and convex lens of FL in A as shown in the figure. What happens to their focal length when they are immersed in a medium of refractive index higher than their? അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ്, മിറർ മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് F is equal to R/2 ആണ്. അതിനു പകരം ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് 1/F is equal to mu minus 1 into 1/R1 minus 1/R2. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്
Here, that focal length only depends upon the curvature, radius of the curvature, not on the medium. അതുകൊണ്ട് തന്നെ that FM remains the same. But keep in mind, it depends. അപ്പോൾ ഇവിടെ എയറിലാണെങ്കിൽ അത് മ്യൂ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് വരുന്നത്. പക്ഷെ അത് മീഡിയത്തിലേക്ക് വരുമ്പോൾ അത് മ്യൂ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു മീഡിയം ആകുന്നു, ഫോക്കൽ ലെന്ത് മാറുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഹയർ ദാൻ ദാറ്റ് എയറിനെ ബേസ് ചെയ്ത്, ഇപ്പൊ വാട്ടറിലാണ് നമ്മൾ ഇൻവേഴ്സ് ചെയ്യുകയാണെങ്കിൽ സാധാരണ രൂപത്തിൽ 4 ടൈംസ് ആയിട്ട് ഫോക്കൽ ലെന്ത് മാറും, അവന്റെ നാച്ചുറൽ റിമൈൻസ് സെയിം ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ പറയുന്ന ഗ്ലാസിനേക്കാൾ കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ലിക്വിഡിലേക്കാണ് നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നതെങ്കിൽ ഫോക്കൽ ലെന്ത് കൂടുന്നതിനോടൊപ്പം തന്നെ അവന്റെ നാച്ചുറൽ റിവേഴ്സസ് ആകും. എന്ന് പറഞ്ഞാൽ കോൺവെക്സ് കോൺകേവ് ആയിട്ട് മാറും, കോൺകേവ് കോൺവെക്സ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദ സെക്കൻഡ് വൺ ആസ് ദി കറക്റ്റ് ആൻസർ. Consider a ray of light passing through a rectangular slab of refractive index mu and the thickness h as shown in below. And this lead to a parallel shift d in the path of the ray, which varies from 0 to d maximum as theta varies. How does the d max change with the refractive index? നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു സാധാരണ കേസിലുള്ള ഒരു ഫിഗർ എടുത്താൽ ഇവിടെ നോക്കും. നമുക്കറിയാം ദാറ്റ് ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേയും നമ്മളുടെ ഫൈനൽ റേയും തമ്മിലുള്ള ആംഗിൾ ആണ്, അല്ലെ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്നാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ദാറ്റ് ഈസ് ഐ, ഇത് R ആയിട്ട് നമ്മൾ എടുത്താൽ അവിടുത്തെ സ്നെൽസ് ലോയിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്താൽ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇപ്പോ മ്യൂ കൂടി എന്ന് വിചാരിക്കുക. മ്യൂ കൂടണമെങ്കിൽ ഐ റിമൈൻസ് സെയിം ആണെങ്കിൽ ആറിന് എന്ത് സംഭവിക്കണം? ആർ ഷുഡ് ഡിക്രീസ് ആയിരിക്കണം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ആറ് ഇങ്ങനെയാകുന്നു. അപ്പൊ സ്വാഭാവികപരമായിട്ട് ഈ തരത്തിലായിരിക്കും പോവുക. അങ്ങനെ വരുമ്പോൾ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഇക്വേഷൻ ഓർത്തിരിക്കണേ. That d take the value as t division by cos r into sin of I minus r. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ഡി മാക്സിമം എന്ന് പറയുന്നത് ദാറ്റ് മ്യൂ കൂടുന്ന സമയത്ത്, സോ വാട്ട് വി കൻ സേ ദാറ്റ് d max also increases. So simply we can say A as the answer. So dear students, so the best wishes for the coming IIT entrance examination. നന്നായിട്ട് അധ്വാനിക്കുക. മാക്സിമം MCQs എസ്പെഷ്യലി ഈ മെയിൻ മുകളിലോട്ടുള്ള അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും ഫോർ ദി എൻട്രൻസ് എക്സാമിനേഷൻ. ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യാം. സോ ഡിയർ വൺ, ടേക്ക് കെയർ. ഗോഡ് ബ്ലസ്.